മക്കളെ, ഇന്ന് നമുക്ക് ജന ജൻ കാ ചെഹരാ ഏക് എന്ന കവിത അതിൻ്റെ ആശയം മലയാളത്തിലൊന്ന് നോക്കാം. ഈ കവിത എഴുതിയിരിക്കുന്നത് ഗജാനൻ മാധവ് മുക്തിബോധ്ജിയാണ്. ഈ കവിത എഴുതിയിരിക്കുന്നത് ജന ജൻ കാ ചെഹരാ ഏക്, എല്ലാ ജനങ്ങളുടെയും മുഖം ഒന്നാണ്, അതായത് എല്ലാവരും ഒന്നാണ് എന്നാണ് ഈ കവിതയിലൂടെ കവി പറയുന്നത്. നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്. ചാഹേ ജിസ് ദേശ് പ്രാന്തപുർ ജന ജൻ കാ ചെഹരാ ഏക് എന്ന കവിത ഗജാനൻ മാധവ് മുക്തിബോധ്ജി എഴുതിയതാണ്. ഈ കവിതയിലൂടെ അദ്ദേഹം ആന്തരിക ഐക്യം പ്രകടമാക്കുന്നു. ജനങ്ങളുടെ ആന്തരിക ഐക്യമാണ് കവി ഈ കവിതയിലൂടെ പ്രകടമാക്കുന്നത്. ഈ വരികളിൽ കവി പറയുന്നു, ഏത് രാജ്യത്തായാലും ഏത് പട്ടണത്തിലായാലും ഏത് സ്ഥലങ്ങളിലായിരുന്നാലും എല്ലാവരും ഒന്നാണ്. എല്ലാ ജനങ്ങളുടെയും മുഖം ഒന്നു തന്നെയാണ്. എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നാണ് കവി പറയുന്നത്. ഏഷ്യയിലും യൂറോപ്പിലും എല്ലാ രാജ്യങ്ങളിലും, ഏഷ്യയിലും യൂറോപ്പിലും അമേരിക്കയിലും എല്ലാ രാജ്യങ്ങളിലും ഒരേ സൂര്യപ്രകാശമാണ് എത്തുന്നതെന്നും കവി ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നു. അതായത് എല്ലായിടങ്ങളിലും വെളിച്ചം എത്തിക്കുന്ന സൂര്യൻ ഒന്നു തന്നെയാണ്. ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ, കുറച്ച് വേദനയോ സങ്കടമോ ഏതുമാകട്ടെ, ആ സമയത്ത് ആളുകളുടെ മുഖത്ത് കാണുന്ന ചുളിവുകളും വരകളും ഒക്കെ എല്ലാം ഒന്നു തന്നെയാണ്. ഇനി ദേഷ്യഭാവത്തിലുള്ളതായാലും നെറ്റി ചുളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ, അതല്ല ഇനി പ്രായമായിട്ടായാലും വേദനയും സങ്കടവും ഉണ്ടായിട്ട് പ്രായമായിട്ടുള്ള മുഖത്തുണ്ടാകുന്ന ചുളിവുകളായാലും വരകളായാലും എല്ലാം ഒരുപോലെ തന്നെയാണ്. ആവേശത്തിൽ അവർ ഒരുമിച്ച് മുഷ്ടി ചുരുട്ടുന്നു. ആ ചുരുട്ടിയ മുഷ്ടികളുടെ ശക്തി ഒന്നു തന്നെയാണ്. അവരുടെ ലക്ഷ്യവും ഒന്നു തന്നെയാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ വസിക്കുന്ന എല്ലാവരും ഒരു പക്ഷത്തുള്ളവരാണ്, ഒരേ പക്ഷക്കാരാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ വസിക്കുന്ന എല്ലാവരും എന്നാണ് കവി പറയുന്നത്. അതായത് എല്ലാ ജനങ്ങളും മനുഷ്യവർഗത്തിൽപ്പെട്ടവരാണ്, എല്ലാവരും ഒന്നാണ് എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. ഗംഗ, യമുന, ഇരാവതി, നൈൽ നദി, ആമസോൺ, മിസോറി നദി, എല്ലാ നദികളുടെയും വേദനയും കഷ്ടപ്പാടും എല്ലാം ഒന്നു തന്നെയാണ്. ഈ നദികളെല്ലാം സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ വ്യത്യസ്തമാണെങ്കിലും എല്ലാ നദികളുടെയും പ്രവാഹത്തിൻ്റെ വേഗതയും ശക്തിയും എല്ലാം ഒരുപോലെയാണ്, ഒന്നു തന്നെയാണ്. അതായത് എല്ലാം ഒന്നാണ് എന്നാണ് കവി പറയുന്നത്. ഭൂമിയെ നനയ്ക്കുന്ന സ്നേഹത്തിൻ്റെ ഇംഗിതം ഒന്നു തന്നെയാണ്. അതായത് നദികളിലെ വെള്ളം ഭൂമിയെ നനയ്ക്കുന്നു. ആ നനയ്ക്കുന്ന എല്ലാ നദികളും ഭൂമിയെ നനയ്ക്കുന്നത് ഒരുപോലെയാണ്. അവരുടെ ആ ഭൂമിയെ നനയ്ക്കുന്ന ആ വെള്ളത്തിൻ്റെ, ആ നദിയുടെ സ്നേഹം ഒരുപോലെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നദികൾ ദേഷ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രവാഹത്തിൻ്റെ ശക്തിയും ഒന്നു തന്നെയാണ്. നീൽ നദി, ആമസോൺ, മിസോറി വേദന സേ ജാത്തി ഹുയി ബഹത്തി ബഹാത്തി ഹുയി ജിന്ദഗി കി ധാരാ ഏക്. ഭൂമിയെ നനയ്ക്കുന്ന നദികളുടെ ഭൂമിയെ നനയ്ക്കുന്ന ആ ഇംഗിതം ഒന്നു തന്നെയാണ് എന്നാണ് കവി ഈ വരികളിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതായത് കവി ഈ കവിതയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാം ഒന്നാണ്, എല്ലാവരും ഒന്നാണ്, എല്ലാ ജനങ്ങളും ഒന്നാണ്, എല്ലാ മനുഷ്യവർഗത്തിൽപ്പെട്ടവരാണ്, എല്ലാവരും സമന്മാരാണ്, എല്ലാവരിലും എന്തുണ്ടായിരിക്കണം? ഐക്യമാണ് ഇവിടെ കവി, ആന്തരിക ഐക്യമാണ് ഇവിടെ കവി പ്രകടമാക്കുന്നത്. ഓക്കെ.
ഇത്രയാണ് ഈ കവിതയുടെ ആശയം. ഇത് മലയാളത്തിൽ ഇതിൻ്റെ ആശയം എന്താണ് എന്നൊന്ന് അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞൊരു ക്ലാസ്സാണ്. ഇത് വിശദമായിട്ടെടുത്ത ക്ലാസ്സുകൾ 2 ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഉണ്ട്. ജന ജനിക്ക ചെഹര ഏക്ക് എന്ന് പറഞ്ഞിട്ട് 2 പാർട്ടായിട്ട് ക്ലാസ് വിശദമായിട്ട് എടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം. ഓക്കെ, എല്ലാവരും ഈ കവിത നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഇത് +2-നുള്ള ഒരു ചാപ്റ്റർ ആയിട്ടാണ് വരുന്നത്. ബുക്ക് മാറി വന്നതുകൊണ്ട് കുറച്ച് എന്താ പറയുക, കുറച്ച് ടഫായിട്ടുള്ള പാഠങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, എല്ലാവരും ശരിയായിട്ട് വായിച്ച് പഠിക്കുക.